ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ചിന്താവിഷയമാക്കുന്നത് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഒരു താക്കീത്, അതൊരു ചോദ്യമായിട്ട് നമുക്കെടുക്കാം. അഹങ്കാരത്തിനുള്ള ശിക്ഷ ശരിക്കും നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? വചനം പറയുന്ന അനുസരിച്ച് വചനം നമുക്ക് കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അഹങ്കാരികൾക്ക് എന്ത് സംഭവിക്കാം, അഹങ്കാരത്തിൽ നാം തുടർന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വരാവുന്ന അവസ്ഥ. ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു 3 വചനങ്ങൾ, പ്രധാനപ്പെട്ട വചനങ്ങൾ ആദ്യം നമുക്കെടുക്കാം. അപ്പം അതിലൂടെ ഒരു വ്യക്തത നമുക്ക് വരും. അഹങ്കാരിക്ക് വരാവുന്ന ശിക്ഷ സാധാരണ രീതിയിലുള്ള ശിക്ഷയൊന്നുമല്ല. യെശയ്യായുടെ പുസ്തകം 14:11 ആദ്യത്തെ വചനം. യെശയ്യാ 14:11 ബാബിലോൺ രാജാവിനെ വിളിച്ച് ദൈവം സംസാരിക്കുന്ന ഒരു കാര്യം. ബാബിലോൺ രാജാവ് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അതിന് വരാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് വചനം: ബാബിലോൺ രാജാവേ, നിന്റെ പ്രതാപവും വാദ്യാഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. അഹങ്കരിച്ച അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ കുഴിയിലേക്ക് എറിയപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, കീടങ്ങളാണ് ഇനി നിന്റെ കിടക്ക, പുഴുക്കൾ പുതപ്പും. അതിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ, ഇനിമേൽ നിന്റെ കിടക്ക എന്ന് പറയുന്നത് കീടങ്ങളായിരിക്കും, പുഴുക്കളായിരിക്കും നിന്റെ പുതപ്പ്. അതെന്തൊരു പരിതാപകരമായൊരവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിന് കാരണം കൃത്യമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 14:5, 6 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കോപത്തോടെ നീ പ്രഹരിക്കുന്നു മറ്റുള്ളവരെ. ഇതാ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ബാഹ്യ അടയാളമാണ്. കോപത്തോടെ മറ്റുള്ളവരെ പ്രഹരിക്കുന്നു, നീ ദുഷ്ടത കാട്ടുന്നു. കോപം, ദുഷ്ടത, പ്രഹരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ബാഹ്യ അടയാളങ്ങളാണ്. ഇതുകൊണ്ടാണ് നിനക്കുള്ള ശിക്ഷ ഭയാനകമായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞത്. നമുക്ക് ആ ശിക്ഷയെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കീടങ്ങളാണ് ഇനി നിനക്ക് കിടക്ക, പുഴുക്കൾ നിന്റെ പുതപ്പും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ ശിക്ഷ എത്ര ഭയാനകമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗം തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതേ അധ്യായം, യെശയ്യാ 14-ാം അധ്യായം തുടർന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: ബാബിലോണിനെ ഞാൻ മുള്ളം പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളും ആക്കും. അതിൻ്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട് ഏതവസ്ഥയിലേക്ക് പോകും? മുള്ളം പന്നികളുടെ ആസ്ഥാനമാക്കി ബാബിലോണിനെ ഞാൻ മാറ്റും. അതാണ് ദൈവം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതുമായി ചേർന്ന് പോകുന്ന മറ്റ് 2 വചനങ്ങൾ കൂടി നമുക്കെടുക്കാം. അപ്പോൾ അഹങ്കാരം മൂലം നമുക്ക് കിട്ടാവുന്ന ശിക്ഷ ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 36, 4-ാമത്തെ വചനം: കിടക്കയിൽ അവർ ദ്രോഹാലോചന നടത്തുന്നു. ചിലരെ കാണാൻ സാധിക്കും, അവർ കിടന്നാലും ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവിടെ കിടന്നുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ. അങ്ങനെ ഉറക്കം കിട്ടാതെ പോലും രാത്രികൾ കടത്തിവിടുന്ന വ്യക്തികളെ കാണാൻ പറ്റും. മിക്കായുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം എടുക്കുമ്പോൾ മിക്ക 2:1 പറഞ്ഞിരിക്കുന്നത്, കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. മറ്റുള്ളവരെ കുടുക്കിലാക്കാൻ, തകർക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അത് ദുരുപായങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുക്കുന്നവർക്ക് ദുരിതം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം, സുഖനിദ്ര എല്ലാവരും ഇഷ്ടപ്പെടുന്ന, കിടന്നാൽ നന്നായിട്ട് ഉറങ്ങണം, സുഖനിദ്ര. ഇനി അത് പ്രദാനം ചെയ്യുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1, സ്നേഹം നിൻ്റെ മെത്തയായി മാറണം. 2, ശുദ്ധ മനസാക്ഷി നിൻ്റെ തലയിണയായി മാറണം. കിടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളാണല്ലോ മെത്തയും തലയിണയും. സ്നേഹമായിരിക്കണം നിൻ്റെ മെത്ത, ശുദ്ധ മനസാക്ഷി തലയിണ. അങ്ങനെയെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് നിനക്ക് ഉറപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു മേഖലയിലുള്ള കുറവുകൾ നമ്മൾ പരിഹരിക്കണം. സ്നേഹക്കുറവ് പരിഹരിക്കണം. അതുപോലെ തന്നെ പാപം മൂലം നമ്മുടെ മനസാക്ഷി ഒരുപാട് അസ്വസ്ഥമായിരിക്കുന്നെങ്കിൽ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയണം. ശുദ്ധ മനസാക്ഷിയും സ്നേഹത്തിലുള്ളൊരു ജീവിതവും നമുക്ക് നല്ല ഒരു സുഖനിദ്ര പ്രദാനം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ജെറമ്യായുടെ പുസ്തകം 31, 26-ാമത്തെ വചനം ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും, അപ്പോൾ നിങ്ങൾക്ക് സുഖനിദ്ര ലഭിക്കും. ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൽ നിന്നാകുന്നവർ, കൃപയിൽ നിന്നാകുന്നവർ ദൈവത്തിൻ്റെ പക്കലേക്കും കൃപയിലേക്കും തിരിച്ചു വരുമ്പോൾ അവർക്ക്
സുഖനിദ്ര ലഭിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ഉറക്കം കെടുത്താവുന്ന ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിലാദ്യത്തേത് ആന്തരിക മുറിവ്. ആന്തരിക മുറിവേറ്റവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു സഹോദരി സൂചിപ്പിച്ച ഒരു കാര്യമാണ്, എൻ്റെ മകൻ വിശ്വാസം ത്യജിച്ചു. എന്നവൻ്റെ സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, അവന് ഞങ്ങളുടെ ഒന്നും സമ്മതമില്ലാതെ, ഞങ്ങളുടെ താല്പര്യങ്ങളൊന്നും നോക്കാതെ ഒരു വിദേശിയെ കല്യാണം കഴിച്ചു. അവൻ്റെ ആ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇതെല്ലാം കാരണം എനിക്ക് ഉറക്കമില്ല. ഞാൻ കിടന്നാൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാൽ ഞെട്ടി ഉണരും. പിന്നെ എനിക്ക് ഇതേക്കുറിച്ചുള്ള ആന്തരിക ആ ഒരു മുറിവ് മൂലമുള്ള ചിന്തകൾ, അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. ആന്തരിക മുറിവ് സുഖനിദ്ര കെടുത്തുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് അമിതാഹാരം. ഓവറായിട്ട് ഭക്ഷണം കഴിച്ചാൽ, ഫുഡ് അടിച്ചാൽ നമ്മുടെ സുഖനിദ്ര നമുക്ക് നഷ്ടപ്പെടും. എല്ലൊക്കെ പറയാറുണ്ട്, വയറ് നിറച്ച് കഴിച്ചാലേ ഉറക്കം വരുവുള്ളെന്ന്. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രഭാഷകൻ 31:21 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അമിതാഹാരം നമുക്ക് നിദ്രാരാഹിത്യം വരുത്തും, സുഖനിദ്രയ്ക്ക് തടസ്സമാകാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷകൻ 37:30 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒപ്പം അകാല മരണം പോലും സംഭവിക്കാം ഓവറായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ. മൂന്നാമത്തെ കാര്യമാണ് അമിത സമ്പാദ്യം. ചിലർക്ക് എങ്ങനെയെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിലും കൂടുതൽ സമ്പാദിച്ചു വെക്കണം, സമ്പാദിച്ചു കൂട്ടണം എന്നുള്ള ആ ഒരു ചിന്ത. ഊണും ഉറക്കവും ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. സഭാപ്രസംഗൻ 5:12 അമിത സമ്പാദ്യം ഒരുവൻ്റെ ഉറക്കം കെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നാണ് മദ്യപാനം. യെശയ്യാ 5:11 വായിച്ചാൽ, ഉറങ്ങാതിരുന്ന് വെള്ളം അടിക്കുന്നവർ, അല്ലെങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി അതിരാവിലെ ഉണരുന്നവർ, അങ്ങനെയുള്ളവരെ കുറിച്ചെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മദ്യപാന ആസക്തി ഉള്ളവർക്ക് ഉറക്കം കെടും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. 5-ാമത്തേതാണ് സ്വപ്നം. ദാനിയേൽ 2:1 നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉറക്കം കെട്ട ഒരു സംഭവം, ഒരു സ്വപ്നം കണ്ടതാണ്. ഇനി അതേ തുടർന്ന് അവന് ഉറക്കമില്ലായ്മ, അവന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇതെല്ലാം നമ്മുടെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കാണണം. അതുപോലെ തന്നെ ഉറക്കത്തിന് അടിമയാകുന്നത് നല്ലതല്ല. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 20:13 ഉറക്കത്തിന് അടിമയാകരുത്. സുഭാഷിതങ്ങൾ 24:33 മുതൽ വായിച്ചാൽ, ഈ അലസരാണ് ഓവറായിട്ട് ഉറങ്ങുന്നത്, അങ്ങനെയുള്ളവരെ ദാരിദ്ര്യം പിടികൂടും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.